നമസ്കാരം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ലിംഗസമത്വം പ്രകൃതി വിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധവുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. സ്ത്രീയും പുരുഷനും സമന്മാരല്ല. ഫറൂഖ് വിവാദം ഇസ്ലാമിനെതിരായ ഗൂഢാലോചന. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള CPIM ജാഥ പിണറായി വിജയൻ നയിക്കാൻ പ്രാപ്തിയുള്ള നേതാവെന്ന് EP ജയരാജൻ. മുഖ്യമന്ത്രി ചർച്ച ഇപ്പോൾ വേണ്ടെന്ന് G സുധാകരൻ. മുഖ്യമന്ത്രി മാത്രം നന്നായാൽ പോരാ. ചരക്ക് സേവന ബില്ലിൽ തർക്കം തീരുന്നു. എതിർപ്പുള്ള 2 വ്യവസ്ഥകൾ മാറ്റാമെന്ന് കേന്ദ്രം. കോൺഗ്രസ് തത്വത്തിൽ അംഗീകരിച്ചുവെന്ന് വെങ്കയ്യ നായിഡു. ഒത്തുകളിയെന്ന് സീതാറാം യെച്ചൂരി. അസഹിഷ്ണുതാ വിഷയം ചർച്ച ചെയ്യാൻ സ്പീക്കറുടെ അനുമതി. ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള സംഘടനകൾ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയേക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ആളില്ലാ വിമാനമടക്കം ഭീകരർ ഉപയോഗിക്കും. 15 ഇടങ്ങളിൽ കനത്ത ജാഗ്രത. സംശയകരമായത് എന്തിനേയും തകർക്കാൻ നിർദ്ദേശം. കോൺഗ്രസിനെ പഴിപറയും മുൻപ് RSP അടിത്തറ വലുതാക്കട്ടെ എന്ന് കൊല്ലം DCC. പാലക്കാട്ട് ചതിച്ചത് DCC പ്രസിഡന്റെന്ന് JDU. ഹറിൻ സംരക്ഷണ സമിതിയുടെ അന്ത്യശാസനം വകവയ്ക്കില്ലെന്ന് ഇടുക്കി DCC. അഴിമതിക്കാർ അധികാരത്തിൽ തിരിച്ചുവരുന്നത് അപകടകരമെന്ന് DGP സെൻകുമാർ. ഉന്നത കോടതികൾ ശിക്ഷിച്ചവർ പോലും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അഴിമതിക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വിശദമായി ലിംഗസമത്വ വിവാദവുമായി ബന്ധപ്പെട്ട് പിന്തിരിപ്പൻ നിലപാടുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ലിംഗസമത്വം ഇസ്ലാമിക വിരുദ്ധവും മാനുഷിക വിരുദ്ധവുമാണ്. കുഞ്ഞിനെ വളർത്തുകയും കുടുംബം പരിപാലിക്കുകയുമാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. ആണും പെണ്ണും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കണമെന്ന വാദം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും കാന്തപുരം പറഞ്ഞു. രാജ്യഭരണം പുരുഷനും കുടുംബ പരിപാലനം സ്ത്രീക്കുമെന്നതാണ് ഇസ്ലാമിൻ്റെയും പ്രകൃതിയുടെയും നിയമം. കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും പുറത്ത് ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന പുരുഷനെ പുഞ്ചിരിയോടെ സ്വീകരിച്ച് ആശ്വസിപ്പിക്കുകയുമാണ് സ്ത്രീയുടെ കടമയെന്നതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം. ലോകത്തുള്ള 1000 വിദഗ്ധ ഡോക്ടർമാരിൽ ഒരാൾ മാത്രമേ സ്ത്രീ ഉണ്ടാവുകയുള്ളൂ. സ്ത്രീയേക്കാൾ മനക്കരുത്ത് പുരുഷനാണെന്നും കാന്തപുരം പറഞ്ഞു. നിയന്ത്രണ ശക്തി അത് പുരുഷനാണ്. ഹിമ്മത്ത്, മനക്കരുത്ത് സ്ത്രീ വറുത്തു പോകും. സ്ത്രീ പുരുഷ സമത്വം, ലിംഗസമത്വം അത് ഒരിക്കലും ഇസ്ലാമികമല്ല, ബുദ്ധിപരമല്ല, മനുഷ്യത്വപരമേ അല്ല. ആണും പെണ്ണും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കണമെന്ന വാദം ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ഒളിയമ്പാണ്. അതുകൊണ്ട് ഒരു ബെഞ്ചിൽ തന്നെ ഇരുന്നിട്ട് ആണും പെണ്ണും പഠിക്കണം എന്ന് പറയുന്ന ഈ വാശി യഥാർത്ഥത്തിൽ ഒരു ഒളിയമ്പാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാനും സംസ്കാരത്തെ നശിപ്പിക്കാനും ഉള്ള ഒരു ആസൂത്രിത പദ്ധതിയാണ്. പ്രവാചകന്മാരിലും 4 ഖലീഫമാരിലും ഒരാൾ പോലും സ്ത്രീയില്ലായിരുന്നു. 24,000 പരം പ്രവാചകന്മാർ വന്നു. ആ കൂട്ടത്തിൽ ഒരു പെണ്ണ് പോലും ഇല്ല. ചുംബന സമരത്തിന്റെ അപകടം താൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നും രാഹുൽ പശുപാലനെ അറസ്റ്റ് ചെയ്തതോടെ ഇപ്പോഴത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും കാന്തപുരം പറഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്. വിഷയത്തിൽ നമ്മോടൊപ്പം ഡോക്ടർ ഫസൽ ഗഫൂർ, ഫക്രുദ്ദീൻ, CS ചന്ദ്രിക, VP റജീന തുടങ്ങിയവരാണ്. ഒപ്പം തന്നെ ഷാജഹാൻ മാടമ്പാട്ടും നസറുദ്ദീൻ ചേന്നമംഗലൂരും അഡ്വക്കേറ്റ് സമദ് മർക്കസ് മീഡിയ സെൽ കൺവീനറും ചേരുന്നു. ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, സ്ത്രീ പുരുഷ സമത്വം ഇസ്ലാമികമോ മനുഷ്യത്വപരമോ അല്ല എന്നും ലോകത്തിൻ്റെ നിയന്ത്രണ ശക്തി പുരുഷന്മാർക്കാണ് എന്നും സ്ത്രീകൾ പ്രസവിക്കാൻ മാത്രമേ കഴിയൂ എന്നും ഒരു മുസ്ലിം പണ്ഡിതൻ ഈ കാലഘട്ടത്തിലും പറയുന്നു. എങ്ങനെ കഴിയുന്നു അതിന്? ഡോക്ടർ ഫസൽ ഗഫൂർ, വിവരക്കേട് ഇപ്പോൾ ആർക്കും വേണിച്ചാൽ പറയാലോ. നികേഷേ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വിദ്യാലയങ്ങളിൽ, മുസ്ലിം വിദ്യാലയങ്ങളിൽ നിറയെ മുസ്ലിം പെൺകുട്ടികളാണ്. ഞങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് മുഴുവൻ മുസ്ലിം പെൺകുട്ടികളാണ്. IAS-ഉം ഡോക്ടറേറ്റും മറ്റുമൊക്കെ നേടിയ മുസ്ലിം പെൺകുട്ടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാന്തപുരത്തിൻ്റെ അഭിപ്രായം പറയാം. പക്ഷേ സമുദായം എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം മൂപ്പര് പറഞ്ഞതൊന്നും ഞങ്ങൾ കേട്ടെന്ന് മാത്രം ഞാൻ പ്രതികരിക്കാതിരിക്കുന്നതിനുള്ള കാരണം, ഇതൊക്കെ 10, 40, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി അതിന് മറുപടി കൊടുത്താണ്. ഞങ്ങൾ ഈ സ്ഥാപനങ്ങൾ 100 കണക്കിന് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ളതാണ്. 70-80% ഇപ്പോൾ നമ്മുടെ കോളേജുകളിലൊക്കെ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താം. പക്ഷെ കേരളത്തിലെ മുസ്ലിമുകളൊന്നും ഇത് അംഗീകരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പൗരോഹിത്യ വിഭാഗമുണ്ട്. ആ പൗരോഹിത്യ വിഭാഗം അത് അംഗീകരിക്കും. പക്ഷെ ഞാനൊക്കെ പൗരോഹിത്യത്തിൽ വിശ്വസിക്കാത്ത ആളാണ്. ഇസ്ലാം പൗരോഹിത്യത്തിൽ വിശ്വസിക്കുന്നില്ല.
ഇത് കൂടി വന്ന ഒരു അഭിപ്രായമായിട്ട് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മാതിരിയുള്ള ഒരു എഡിക്റ്റ് അല്ല, അത് ബൈൻഡിങ് അല്ല ഞങ്ങളുടെ മുകളിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനെ എതിർക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു, ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങളുടെ വഴിക്ക് പോകുന്നു. കാരവാൻ ഗുസർ ഗയാ ബേഖബർ ദേഖ്തേ രഹേ, അതേ പറയാനുള്ളൂ. ശ്രീ ഫക്രുദ്ദീൻ, സുന്നി ഓർത്തഡോക്സ് അതിൻ്റെ പ്രകടനം, എക്സിബിഷൻ ഇവിടെ പ്രാവർത്തികമാക്കുകയാണ്. ഞങ്ങൾ ഇതാണ് വിശ്വസിക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ, അത് നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു അഭിപ്രായ പ്രകടനമാകാം. പക്ഷേ ലിംഗസമത്വം എന്ന വിഷയം ഉയർന്നു വന്നപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുരീതി അനുസരിച്ച് ഒരു വിഷയം ഉയർന്നു വന്നാൽ, പ്രത്യേകിച്ച് സമുദായത്തിനകത്തു നിന്ന് തന്നെ ഒരു വിവാദം ഉയർന്നു വന്നാൽ അതിനോട് സ്വാഭാവികമായും പ്രതികരിക്കേണ്ടതുണ്ട്. ആരും പ്രതികരിച്ച് കണ്ടില്ല. അക്കാര്യത്തിലൊരു ചാമ്പ്യനാവുക ഞാനാണ് ഈ പറയുന്ന ഓർത്തഡോക്സിസത്തിൻ്റെ ഒരു അങ്ങേയറ്റത്തെ തലപ്പത്തുള്ളത് എന്ന നിലയിൽ ഒന്ന് കടത്തി പറയാൻ ഇവിടെ കാന്തപുരത്തിന് കഴിയുന്നത് എൻ്റെ വിചാരമനുസരിച്ച് അക്കാര്യത്തിൽ ഒരു ചർച്ച സമുദായത്തിനുള്ളിലോ പുറത്തോ നടക്കാത്തത് കൊണ്ടായിരിക്കില്ലേ? ആ നിലയിൽ മുസ്ലിം സമുദായം ഇനിയും ഉയർന്നു വന്നിട്ടില്ല എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതിന്റെ ഒരു കാര്യം, ഞാൻ ഇപ്പം മാധ്യമം പത്രത്തില് 2-3 ദിവസം മുമ്പേ കാന്തപുരം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ അതിന്റെ താഴെ ഇട്ടു, കാന്തപുരം കുറച്ച് ശുദ്ധനായതുകൊണ്ട് മൂപ്പർക്ക് തോന്നിയ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു, തോന്നിയ കാര്യങ്ങൾ മൂപ്പര് നേരെ അങ്ങോട്ട് പറഞ്ഞു. വേറെ ആരാണെങ്കിൽ ഈ പറഞ്ഞ ആൺകുട്ടിനും പെൺകുട്ടിനും ഇരിക്കുന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫസൽ ഗഫൂർ സാറിനല്ല ഉദ്ദേശം, അങ്ങനോട് ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്, ബാക്കിയെല്ലാം നമുക്ക് വലിയ യോജിപ്പാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വലിയൊരു പ്രോബ്ലം, ഫസൽ ഗഫൂറിനെ നമുക്ക് മാറ്റി നിർത്താം, മറ്റുള്ള പല മത നേതാക്കന്മാരുടെയും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റി സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും കഴിഞ്ഞ ഒരു 50 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയ കേരളത്തിൽ അത് MESന്റെ പ്രവർത്തനമുണ്ട്, മറ്റ് സമുദായ സംഘടന പ്രവർത്തനമുണ്ട്, ഗൾഫ് പണമുണ്ട്, കേരള മോഡലുണ്ട്. ഇതിന്റെ ഫലമായിട്ട് വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു സോഷ്യൽ മൂവ്മെന്റ് ഏറ്റവും കൂടുതൽ സാധ്യമാക്കിയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. എന്നാൽ അതേസമയം തന്നെ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് സാമൂഹ്യമാണല്ലോ. ഈ സാമൂഹ്യമായ എഞ്ചിൻ എന്താണെന്ന് പ്രശ്നം വെച്ചാൽ കാളവണ്ടി യുവത്തിനാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ബെൻസ് കാറിന്റെ ബോഡിയും കാളവണ്ടിയുടെ എഞ്ചിനാണ്. എൻ്റെ അമ്മയുടെ ഭാഷയെ പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഇപ്പം നിൽക്കുന്ന ഒരു സംഭവം. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഒരേ സമയം ഈ സാമുദായിക സംഘടനാ നേതാക്കന്മാർക്ക് ഒരേ സമയം ഈ പറഞ്ഞിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഈ ഒരു എലമെന്റ്സിനെയും അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതേസമയം മോഡേൺ ആയിട്ടുള്ള എലമെന്റ്സിനെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ കാന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം സംഭവം വളരെ എളുപ്പമാണ്. കാരണം ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളിലെ മഹാഭൂരിപക്ഷം ഗ്രാമീണരായിട്ടുള്ള ആളുകളെല്ലാം സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത് എൻ്റെയൊക്കെ നാട്ടിലാണെങ്കിൽ AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലുള്ള ഈ ഒരു കാലഹരണപ്പെട്ട ഒരു ഫസൽ ഗഫൂർ ഒക്കെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വാപ്പാന്റെ കാലഘട്ടത്തിൽ അതിന്റെ വാപ്പയൊക്കെ ഫൈറ്റ് ചെയ്ത് ഇല്ലാതാക്കിയിട്ടുള്ള ഒരു സാമൂഹ്യ ബോധമുണ്ട്. ആ സാമൂഹ്യ ബോധത്തെ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളത് ഇവരുടെ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് അങ്ങനെ തന്നെ നിലനിർത്താൻ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ പലപ്പോഴും CPMന്റെ പോളിറ്റ് ബ്യൂറോയെ പറ്റി പറയുന്ന പോലെ ഈ മുസ്ലിം സംഘടന നിങ്ങളെടുത്ത് ഓർത്തഡോക്സ് മുസ്ലിം സംഘടനകളുടെ അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മിറ്റികൾ എത്ര സ്ത്രീകളുണ്ട്? വളരെ കുറവാണ്. അതുപോലെ തന്നെ പല മുസ്ലിം സംഘടനകളുടെയും തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട കമ്മിറ്റി താഴെ തട്ടുന്ന ഒസാൻ, അതുപോലെ തന്നെ മുക്കുവൻ, ഈ ഒരു വിഭാഗത്തിൽ വരുന്ന എത്രത്തോളം മുസ്ലിങ്ങളുണ്ട്? ഞാൻ പലപ്പോഴും തമാശ പറയാനുണ്ട്, മുസ്ലിം ലീഗ് ഒരു പക്ഷേ നമ്മുടെ രണ്ടത്താനി മന്ത്രിയാകാതിരിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വിശദാംശങ്ങൾ ഞാൻ മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. ശ്രീമതി VP റജീന, ഈ കാലഘട്ടത്തിൽ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ വലിയ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ പറ്റിയ വനിതാ ഡോക്ടർമാരുണ്ടോ? വലിയ രീതിയിൽ യുദ്ധം നയിച്ചിട്ടുള്ള ആളുകളുണ്ടോ? ഖലീഫമാരുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ മുസ്ലിം പണ്ഡിതൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്താണ് അതിനൊക്കെ VP റജീനയുടെ മറുപടി? എനിക്ക് ഈ ചോദ്യത്തിനുള്ള മറുപടി പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് എനിക്ക് വളരെയധികം ബഹുമാനം തോന്നുകയാണിപ്പോൾ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ഫേസ്ബുക്കിൽ ഞാനിട്ട പോസ്റ്റിനെ ചൊല്ലി അതൊരു പ്രത്യേക വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനത് ഇട്ടതെന്ന് എൻ്റെ നേരെ ആക്രോശം ഉയർത്തിയവർക്ക്, അല്ലെങ്കിൽ എന്നെ അധിക്ഷേപിച്ചവർക്ക്, എന്നെ തെറി വിളിച്ചവർക്ക്, അവർക്ക് പോലും അറിയാതെ പോയ ഒരു കാര്യമാണ് അതിൻ്റെ ഞാനിട്ട പോസ്റ്റിൻ്റെ മർമ്മമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് തിരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു സമയത്ത് ഈ വിഷയത്തിൽ പ്രതികരണം അല്ലെങ്കിൽ ഇത്തരമൊരു പ്രസ്താവന അല്ലെങ്കിൽ ഈ വിഷയം തൊടാൻ തയ്യാറായതെന്ന് കൂടി ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഈ ഒരു ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിച്ച
ഇസ്ലാമിനകത്തുള്ള ലിംഗനീതിയുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇത്രയധികം എളുപ്പത്തിൽ ചർച്ചയ്ക്കെടുക്കാൻ വഴിയൊരുക്കി തന്നതിൽ അദ്ദേഹത്തോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. പിന്നെ നികേഷ് സാർ ചോദിച്ചൊരു ചോദ്യം, ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിൽ മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പൊതുവിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്, ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇതിന് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ഇത് സ്ത്രീ വംശത്തെ ആകമാനം ആക്ഷേപിക്കുന്ന ഒരു പ്രയോഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൈവിറയൽ അല്ലെങ്കിൽ അങ്ങനെ നിർണായക ഘട്ടത്തിൽ സ്ത്രീകൾക്ക് പതറിപ്പോകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ദിവ്യ വെളിപാടിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും ആദ്യഘട്ടത്തിൽ പ്രവാചകന് പോലും വിറയൽ അനുഭവപ്പെട്ടപ്പോൾ അത് താങ്ങാൻ കഴിയാതെ വിറച്ച സമയത്ത് ആ വിറയൽ മാറ്റിക്കൊടുക്കാൻ അവിടെ ഒരു സ്ത്രീയായിരുന്നു ഉണ്ടായിരുന്നത്. അവരായിരുന്നു ഖദീജ ബീവി. ഇസ്ലാമിക ലോകം വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു പേരാണ് ഖദീജ ബീവിയുടേത്. ആ ഖദീജ ബീവിയാണ് അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് ചരിത്രം എടുത്തു നോക്കിയാൽ പല സ്ത്രീരത്നങ്ങളെ കാണാൻ കഴിയും. ആസിയെ നമുക്കറിയാം, വിശ്വാസികളുടെ മാതാവെന്ന് നമ്മൾ പറയുന്ന മുസ്ലിം ലോകം വിശ്വസിക്കുന്ന ആ മാന്യ മഹദി, അവർ ഫിറോവിന്റെ പീഡനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫിറോവിന്റെ കൊലവിളിയിൽ നിന്ന് മൂസാ നബിയെ രക്ഷിച്ചെടുക്കുകയും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയും ചെയ്തു. അവസാനം ഫിറോവൻ അവരെ ആണി തറച്ചിട്ട് കൊലപ്പെടുത്താൻ നോക്കുന്ന ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും അവരുടെ വിശ്വാസത്തിൽ പതറാതെ മാറ്റി പറയാതെ അവരതിൽ അടിയുറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോൾ ആർക്കാണ് അവിടെ മനസ്ഥൈര്യമുള്ളത്? പിന്നെ നമുക്ക് ഇനിയും ചരിത്രം ഇങ്ങനെ എടുത്തു നോക്കാൻ കാണാൻ കഴിയും. ഇവരൊക്കെ തന്നെയും ഈ പറയുന്ന ആളുകളൊക്കെ തന്നെയും അനുധാവനം ചെയ്യുന്ന അല്ലെങ്കിൽ ഹജ്ജിൽ പിന്തുടരുന്ന കാലടിപ്പാടുകൾ ഒരു സ്ത്രീയുടേതാണ്. ആ സ്ത്രീയെ അവരെയാണ് അധിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രവാചകന്റെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വനിതാരത്നമായ മഹദിയായ ആയിഷയെയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കുന്ന പക്ഷം ഏറ്റവും കൂടുതൽ പ്രവാചകന്റെ ജീവിതചര്യ റിപ്പോർട്ട് ചെയ്ത മഹദിയാണവർ. അവരെ കൂടിയാണ് അധിക്ഷേപിച്ചിരിക്കുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ പുതിയ നൂറ്റാണ്ടിൽ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും, മാർഗരറ്റ് താച്ചറിനെ കാണാൻ കഴിയും. ഈ ബ്രിട്ടൻ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു അവർ. അതുപോലെ തന്നെ അതൊക്കെയാണ് അതിന്റെ വിശദീകരണങ്ങളായി വി പി റജീനക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ദയവായി തുടരുക. നസറുദ്ദീൻ ചേന്നമംഗലൂർ, സാമൂഹ്യ നിരീക്ഷകൻ, ടെലിഫോൺ ലൈനിൽ. ശ്രീ നസറുദ്ദീൻ ചേന്നമംഗലൂർ, മുസ്ലിം ജീവിതത്തിൻ്റെ ഹൈറാർക്കിയിൽ സ്ത്രീകൾ വല്ലാതെ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ളത് നമ്മുടെ പുതിയ സാഹചര്യത്തിൽ പോലും ചേർത്ത് വെച്ച് വായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം പണ്ഡിതരിൽ ഒരാളാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ആ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്നും ഇപ്പോൾ വി പി റജീനയുടേതും ഫറൂഖ് കോളേജിൻ്റേതും ഒക്കെ ആയിട്ടുള്ള സംവാദങ്ങളിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നത് ലിംഗസമത്വം എന്നൊന്നില്ലാതെ അനിസ്ലാമികമാണ് എന്നാണ്. ഏത് സാഹചര്യത്തിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി തൻ്റെ നിലപാട് വെളിവാക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും മുസ്ലിങ്ങളെ ആഗോളതലത്തിലും കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു ട്രാൻസിഷണൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. വല്ലാത്തൊരു മാറ്റം നടത്തുന്നുണ്ട് ആഗോളവൽക്കരണത്തിന് ശേഷവും. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയും താങ്കളുടെ ശബ്ദം ചിതറിപ്പോകുന്നു. ഞാൻ ഒരിക്കൽ കൂടി വരാം. താങ്കൾ ദയവായി റേഞ്ചിലേക്ക് പോവുക. തുടരുക. ഷാജഹാൻ മാടമ്പാട്ട്. ശ്രീ ഷാജഹാൻ മാടമ്പാട്ട്, താങ്കൾ ഇവിടെ ഇസ്ലാമിക് ഫെമിനിസം ഒരു മേജർ ഏരിയ ആക്കി കേരളത്തിലേക്ക് അതിഥികളെ കൊണ്ടുവന്ന് വിവാദമുണ്ടാക്കിയിട്ടുള്ള ആളാണ്. ഇന്നത്തെ കേരള സാഹചര്യം തന്നെയാണോ ആഗോളതലത്തിലുമുള്ളത്? ഏറെക്കുറെ ആഗോളതലത്തിൽ അങ്ങനെ ഒറ്റ നിലക്ക് സാമാന്യവൽക്കരിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്ത്രീകളുടെ അവസ്ഥ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള പല രാജ്യങ്ങളിലും പല നിലക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ UAE, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ് UAE. അദ്ദേഹം പറയുന്ന ഈ കഴിവുകെട്ട പെണ്ണുങ്ങളാണ് ഇവിടെ 31% ഗവൺമെന്റിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിലുള്ള ജോലികളിൽ UAE 31% ഇവിടുത്തെ സ്വദേശീയരായ സ്ത്രീകളാണ്. അപ്പം അതേപോലെ ടുണീഷ്യ, പിന്നെ മൊറോക്കോ, ഇങ്ങനെ പല രാജ്യങ്ങളും എടുക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ മൊത്തത്തിലുള്ള പൊതുരംഗത്തുള്ള പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. സ്ത്രീ ജനങ്ങളുടെ പ്രാതിനിധ്യം കുറവാണ് എന്നത് സംബന്ധിച്ച് അവ്യക്തതയൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ചില കാര്യങ്ങൾ സ്ത്രീകൾ വലിയ വിറച്ചു പോകും, ഒരു നിർണായക ഘട്ടത്തിൽ വിറച്ചു പോകുമെന്ന നിലപാടാണ്
AP അബൂബക്കർ മുസ്ലിയാർ സ്വീകരിക്കുന്നത്? ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയില്ല സ്ത്രീകൾക്ക്. അല്ല, ഞാൻ ആ പ്രസ്താവന കണ്ടു. എനിക്കതിൽ തോന്നുന്നത് ഈ കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതരിൽ ഏറ്റവും കുശാഗ്ര ബുദ്ധിയായ വ്യക്തിയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം ഇപ്പൊ അടിക്കടി സ്ത്രീകൾക്കെതിരിൽ പ്രസ്താവന ഇറക്കുന്നത്. ഇതേപോലെ ഒരു പ്രസ്താവന 3-4 ദിവസം മുമ്പ് വേറെ എവിടെയോ കാണുകയുണ്ടായി അദ്ദേഹത്തിന്റെ തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അദ്ദേഹം ഇസ്ലാമിക് ഫെമിനിസമോ സ്ത്രീകളുടെ സമത്വമോ ഒന്നും അല്ല അദ്ദേഹത്തിന്റെ പ്രധാന വിഷയം. അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖ്യ പ്രതിയോഗികളായ EK സുന്നിക്കാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അതിന്റെ ഒരു ആഭ്യന്തര രാഷ്ട്രീയമായി താങ്കൾ വിലയിരുത്തുന്നത്. ദയവായി തുടരുക. ശ്രീമതി CS ഇതൊന്ന് പറഞ്ഞോ. കാരണം EK സുന്നികൾ പൊതുവെ ലീഗിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവരിൽ വലിയൊരു വിഭാഗം ആൾക്കാർ സ്ത്രീകൾ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിക്കുകയും ജയിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ വിവാദപ്പം ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് EK സുന്നിക്കാരെ ഡിഫൻസീവ് ആക്കാനും അവർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ഒരു വളരെ ചപലമായ പ്രകോപനത്തിനപ്പുറം ഉള്ള വലിയ ഇക്കാര്യത്തിൽ EK സുന്നികൾ, അതായത് ഹൈദരലി തങ്ങൾ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ലിംഗസമത്വം അനിവാര്യമാണ് എന്ന നിലപാടിലാണ് ഇപ്പോൾ EK സുന്നികൾ വന്നിരിക്കുന്നത്. അതായത് കാന്തപുരം ഏത് നിലയിലാണോ സുന്നികളുടെ വിഭാഗങ്ങളെ വെല്ലുവിളിക്കുന്നത്, ആ മേഖലയിൽ EK സുന്നി, അതായത് ഹൈദരലി തങ്ങൾ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ലിംഗസമത്വം അനിവാര്യമാണ് എന്ന കാര്യത്തിലേക്ക് ഹൈദരലി തങ്ങൾ വന്നിരിക്കുന്നു. അല്ല, അതുകൊണ്ട് തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇപ്പൊ കാണുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ പഞ്ചായത്തുകളിലും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളുടെ ശതമാനം വളരെയേറെ കൂടിക്കഴിഞ്ഞൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പുരുഷ മേൽക്കോയ്മൊക്കെ അത് ഉണ്ടാക്കിയിട്ടുള്ള വെല്ലുവിളി സ്വാഭാവികമായിട്ടും വലിയൊരു വിഭാഗം മുസ്ലിം പുരുഷന്മാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവണം. അപ്പൊ അവരെ കൂടെ അദ്ദേഹം തന്റെ അനുയായികളാക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തുകയായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അല്ലാണ്ട് ഇതിപ്പോ ഒരു ലിംഗനീതിയെക്കുറിച്ചോ ലിംഗസമത്വത്തിനെ കുറിച്ചോ ഒക്കെ ഉള്ള ഗൗരവമായ ഒരു ചർച്ചയോ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. ശ്രീമതി CS ചന്ദ്രിക, ഇപ്പോ ശ്രീ ഷാജഹാൻ മാടമ്പാട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ നിരവധി കാര്യങ്ങൾ സമാനമായ വിഷയത്തിൽ ഇതേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തൻ്റെ നിലപാടായി വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുഭാര്യത്വം എന്തിനാണ് എന്ന ചോദ്യം വന്നപ്പോൾ കാന്തപുരം പറഞ്ഞത്, ആർത്തവം ഉണ്ടാകുമ്പോൾ പുരുഷന് ലൈംഗിക വീഴ്ച നടത്താൻ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടാകുന്നതല്ലേ നല്ലത്? അപ്പോൾ സ്വാഭാവികമായും ഒരു മറുചോദ്യം വരുന്നു, അപ്പോൾ ആ സ്ത്രീക്കും ആർത്തവമാണെങ്കിലോ? അപ്പോൾ കൂടുതൽ ഭാര്യമാരുണ്ടാവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ പ്രക്രിയക്കാണ് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇന്ന് ഞാൻ ഓൺലൈനിൽ പോയി അതിൻ്റെ ഒരു പ്രതികരണം ആളുകളിൽ നിന്ന് നോക്കിയപ്പോൾ, വിവരക്കേടിന് കയ്യും കാലും മുളച്ച് തലയിലൊരു കെട്ടും കെട്ടിയാൽ അതാണ് ഈ രൂപം എന്ന് പറയുന്ന നിലക്ക് ഈ പറയുന്ന വാദങ്ങളെ തള്ളിക്കളയുകയും അവഗണിക്കുകയും ചെയ്യുകയല്ലേ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും നല്ല വഴി? തീർച്ചയായിട്ടും അതെ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു നല്ല ഇസ്ലാമിനെ അല്ല പ്രതിനിധാനം ചെയ്യുന്നത്. നല്ല മുസ്ലിങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. ഇന്ത്യയിൽ വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുകയും സമത്വത്തിൽ വിശ്വസിക്കുകയും തുല്യനീതിയിലും ലിംഗനീതിയിലുമൊക്കെ വിശ്വസിക്കുകയും ചെയ്ത് സ്വന്തം സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പുരുഷന്മാരുണ്ട്. അവരെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്കുള്ള പ്രസ്താവനകൾ. നവോത്ഥാന കാലത്ത് നമുക്കറിയാം, ഇജ്ജ് നല്ല മനസ്സിനാവാൻ നോക്കെന്ന് പറയുന്ന നാടകമൊക്കെ വളരെ ശക്തമായിട്ട് അരങ്ങേറിയിട്ടുള്ള നാടാണ് പ്രത്യേകിച്ച് കേരളം. ഇദ്ദേഹം ഇതൊക്കെ ഒന്ന് പോയി വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും തോന്നുന്നു. കാരണം ഇന്ത്യൻ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ലിംഗനീതി സാധ്യമല്ല, അത് ശരിയല്ല എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു മനുഷ്യനാണോ എന്നുള്ളതാണ് എനിക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു സംശയം. കാരണം മനുഷ്യത്വത്തിനെതിരാണ് ലിംഗനീതി എന്ന് പറയുമ്പോൾ എന്താണ് മനുഷ്യൻ, എന്താണ് മനുഷ്യത്വം എന്നൊക്കെ അദ്ദേഹം സ്വയം ആലോചിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അതുപോലെ തന്നെ സ്വയം ഒരു അവബോധം ഇല്ലാത്തൊരു മനുഷ്യനാണ് ഒരു മതത്തെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ ആ സമുദായത്തെ തന്നെ വല്ലാതെ ധർമ്മസങ്കടത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിം സമുദായത്തിന്, മുസ്ലിം മതത്തിനെതിരെ അല്ലെങ്കിൽ അതിലെ മനുഷ്യർക്കെതിരെ ഹൈന്ദവ ഫാസിസത്തിന്റെ വലിയ ഹിംസ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മതേതര പ്രസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ വാദത്തിൻ്റെയും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയും ഒക്കെ തലത്തിൽ നിൽക്കുന്ന മനുഷ്യർക്ക്
ഈ അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ളവരെയൊക്കെ ഇങ്ങനെ കൗണ്ടർ ചെയ്യേണ്ടി വരികയും എനർജി നഷ്ടപ്പെടുത്തുകയും ചെയ്യേണ്ടി വരുന്നത് തന്നെ വലിയ വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ തള്ളിക്കളയാണ് വേണ്ടത്. മുസ്ലിം സമുദായം തന്നെ അവരുടെ മതത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളല്ല എന്നുള്ള നിലയിൽ തള്ളിക്കളയുകയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ലിംഗ സമത്വത്തിന്റെയും തുല്യനീതിയുടെയും ഒക്കെ പക്ഷത്ത് നിന്ന് ശക്തമായിട്ട് ഇന്നത്തെ ഒരു വലിയ ഹിംസാത്മകമായിട്ടുള്ള ഹൈന്ദവ ഫാസിസത്തെ ഒക്കെ എതിർക്കുകയാണ് വേണ്ടത്. തുടരുക. ഡോക്ടർ ഫസൽ ഗഫൂർ, സമുദായത്തിൽ നിന്ന് ആ നിലയിലുള്ള നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ നിലയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകേണ്ടതുണ്ടോ? എല്ലാ സംവാദങ്ങളിലും മുസ്ലിം സമുദായം പങ്കാളിയാകുന്നില്ല എന്നൊരു പരാതിയുണ്ടോ? അത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള നിരീക്ഷണം തന്നെയാണോ? അങ്ങനെ ഒരു സമുദായത്തിനുള്ളിൽ നിന്നോ സമുദായത്തെ ബാധിക്കുന്ന രീതിയിൽ പുറത്തു നിന്നോ ഒരു വിഷയം ഉയർന്നു വന്നാൽ മുസ്ലിം സമുദായം അതിനെ സ്വീകരിച്ച് സംവാദം നടത്തി തള്ളേണ്ടതാണെങ്കിൽ തള്ളി കൊള്ളേണ്ടതാണെങ്കിൽ കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? അതായത് ഞാൻ പറയാം, മുമ്പ് മുഖംമൂടി ധരിച്ച് നടക്കുന്ന സ്ത്രീകൾക്കെതിരായിട്ട് ഞാനൊരു പ്രസ്ഥാനം ഇറക്കി, മനസ്സിലായില്ലേ? അന്ന് അതിനെ വളച്ചൊടിച്ച് പർദ്ദക്കെതിരാക്കി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അന്ന് എനിക്ക് വളരെ കൈപ്പേറിയ ഒരു അനുഭവം ഉണ്ടായി. രജീനക്ക് ഉണ്ടായ മാതിരി തന്നെ ഒരു വിധപ്പെട്ട മുസ്ലിം സംഘടനകളൊക്കെ മുങ്ങിക്കളഞ്ഞു. ഈ മുസ്ലിം സംഘടനകൾക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ MES ഒഴികെ ഒട്ടുമുക്കാൽ മുസ്ലിം സംഘടനകളിലും പിളർപ്പുണ്ട്, മനസ്സിലായില്ലേ? 2 സംഘടന 3 സംഘടനയായിട്ട് അമീബയുടെ മാതിരി പിളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ പേടി എന്താ വെച്ചാൽ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് ബാങ്ക്, ആ സംഘടനയുടെ തന്നെ ഉള്ളില്ല, അല്ലെങ്കിൽ ആ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ വോട്ട് ബാങ്ക് എന്താവും എന്നുള്ള കണക്കാണ്. ഇപ്പം തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ എന്തുകൊണ്ട് മുജാഹിദ് ജമാഅത്ത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പുരോഗമന സംഘടനകൾ ഇവിടെ കാണുന്നില്ല? എന്തേ നികേശ്വരം വിളിക്കാൻ മറന്നുപോയതാണോ? രജീനെ വിളിച്ചത് കുഴപ്പമില്ല, ഇവരെന്താ വിളിക്കാത്തത്? ഫക്രുദ്ദീനെ വിളിച്ചുകൊണ്ടിട്ട് എന്താ കാര്യം? ഫക്രുദ്ദീൻ ആരെ റെപ്രസെന്റ് ചെയ്യാണ്? ഞാൻ തമാശ പറഞ്ഞാൽ ഫക്രുദ്ദീനൊന്നും തോന്നരുത്, മനസ്സിലെ. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. മുസ്ലിം സമുദായത്തിലെ ഇവരാണല്ലോ ക്ലെയിം ചെയ്യുന്നത് പുരോഗമന സംഘടനകൾ ഇവരാണെന്നുള്ളത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ തിരുകേശത്തിനെതിരായിട്ട് പ്രതികരിച്ച മാതിരി തന്നെ ഇവരല്ല പ്രതികരിക്കേണ്ടത്, ഞാനല്ല പ്രതികരിക്കേണ്ടത്. എന്താ വെച്ചാൽ എനിക്കതൊരു പരിമിതികളുണ്ട്. കാരണം എനിക്ക് ഖുറാനിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം ചിലപ്പോൾ അത്ര ഉണ്ടായിരുന്നില്ല. എനിക്കില്ലാന്നൊക്കെ ഇവർ പറയണതാണ്, അത് കയ്യിലിരിക്കട്ടെ. വരുമ്പോൾ നമുക്കറിയാം ആർക്ക് ജ്ഞാനമുണ്ട് ആർക്ക് ഇല്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഈ മതപരമായ കാര്യങ്ങൾ മനസ്സിലായത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് കാണണം. ഞാൻ പാണക്കാട് ഹൈദരലി തങ്ങളെ ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കുകയാണ്. ഞാനിപ്പോൾ ഏഷ്യാനെറ്റിൽ കണ്ടുവരികയാണ്. അദ്ദേഹം പറയുന്നതിനാണ് ഏറ്റവും വെയിറ്റ്. ഇവരെക്കാട്ടൊക്കെ ഞാൻ ചോദിക്കട്ടെ, 10 ഇരട്ടി വലുതാണ് EK സുന്നി, AP സുന്നീനെക്കാട്ടും കേരളത്തിൽ. ആ മുജാഹിദിനെക്കാട്ടും വലുതാണ്, ജമാഅത്തിനെക്കാട്ടും വലുതാണ്. ഞാൻ അതിൽപ്പെട്ടതല്ല, ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളെയല്ല. പക്ഷെ ഞാൻ പറയുന്നത് പാണക്കാട് തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങൾ ഇന്ന് പ്രതികരിച്ചല്ലോ, അതുമാതിരിയുള്ള പ്രതികരണങ്ങളാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് വരേണ്ടത്. അല്ലെങ്കിൽ മറ്റേ കാന്തപുരം പറഞ്ഞാലേ ഞങ്ങൾ മിണ്ടാതിരിക്കുകയാണ് എന്നുള്ളതിൽ അർത്ഥമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ആ സ്ത്രീ നമ്മുടെ കൂടെ വന്ന എൻ്റെ സുഹൃത്ത് ആരാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ സംഘപരിവാറിൽ നിന്നൊക്കെ വലിയ ഭീഷണി നേരിടുന്ന കാലത്ത് ഇത്തരത്തിലുള്ള നിലവിളക്കിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ശിരോവസ്ത്രത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിവാദങ്ങൾ മുസ്ലിം സമുദായ വിരോധികളും അതുമാതിരി തന്നെയുള്ള ചില മാധ്യമങ്ങളൊക്കെ എടുത്തിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് മതസാമുദായിക സംഘടനകൾ മുന്നോട്ട് വരണം. അത് അവരുടെ കർത്തവ്യമാണ്. അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തുടരുക ദയവായി. ഷീ നസ്രുദ്ദീൻ, ആ വിഷയത്തിൽ തന്നെ, അതായത് സമുദായത്തിനുള്ളിലുള്ള ഒരു പ്രശ്നമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവാദമാകുമ്പോൾ സംവാദമാകുമ്പോൾ ആ സമുദായത്തിനുള്ളിലുള്ളവർ സംസാരിക്കുന്നതാണ് കുറെ കൂടി നന്നാവുക. ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിച്ചത് എന്തുകൊണ്ട് മുജാഹിദിനെ വിളിക്കുന്നില്ല, എന്തുകൊണ്ട് ജമാഅത്തിനെ വിളിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഇത്തരം സംവാദങ്ങളിൽ കക്ഷിയാകാൻ ആഗ്രഹിക്കാത്ത നിരവധി പേർ അതിനകത്തുണ്ട്. അതാണ് ഹൈദരലി തങ്ങളുടെ പ്രസ്താവനയെ ശ്ലാഘിച്ചുകൊണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ സംസാരിച്ചത്. ഈ സുന്നി തർക്കത്തിനിടയിൽ ഞാനിവിടെ എന്ന് ധീരമായി പ്രഖ്യാപിക്കാൻ ഹൈദരലി തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത്. ആ നിലയിൽ ഒരു വിഷയം വരുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ കണ്ടെത്തി വേർതിരിച്ചെടുക്കുക എന്നുള്ളത് ആ സമുദായത്തിൻ്റെ, അത് മുസ്ലിം സമുദായത്തിലെ വിഷയങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾക്ക്, ഹിന്ദു സമുദായത്തിലേതാണെങ്കിൽ ഹിന്ദുക്കൾക്ക് എന്ന നിലയിൽ വേർതിരിച്ചെടുക്കാൻ ആ സമുദായത്തിൽ കൃത്യമായ സംവാദം നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? തീർച്ചയായും ഈ സമുദായത്തിനകത്ത് അങ്ങനെയുള്ളൊരു സംവാദം നടക്കുന്നുണ്ട്. അതാണ് ഈ ഇങ്ങനെയൊരു പ്രസ്താവന കൃത്യമായിട്ടും
കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തുനിന്ന് വരാനുള്ള സാഹചര്യം ആ സംവാദമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഗോളവൽക്കരണത്തിന് ശേഷവും പിന്നെ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഉപയോഗിച്ചുള്ള പുതുതലമുറ റജിനിയൊക്കെ അതിനെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. അവരുടെ ഏജൻസി സ്വന്തമായിട്ട് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ഉപയോഗിച്ച് സമുദായത്തിലെ പ്രശ്നങ്ങൾക്കെതിരിലും പൗരോഹിത്യത്തിന് ഇസ്ലാമിലില്ലാത്ത പൗരോഹിത്യത്തിനെതിരെയും അവർ കൃത്യമായി പ്രതികരിക്കാൻ തുടങ്ങി. ഈ പ്രതികരിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ മണ്ണ് ഒലിച്ചു പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞ സംഘടനകളുടെ ബേജാറാണ്, വിറളി കൊണ്ടിട്ടാണ് ഈ കാന്തപുരം പോലുള്ളവർ പ്രസ്താവന നടത്തുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുത, കാന്തപുരം ഒരു പ്രസ്താവന പച്ചക്ക് നടത്തി എന്നതല്ല, അതിലുപരിയായിട്ട് ഇതിനെതിരിൽ പർദ്ദ പോലുള്ള അല്ലെങ്കിൽ താടി പോലുള്ള നിസ്സാരമായ വിഷയങ്ങളിൽ വളരെ ശക്തമായി പ്രതികരിക്കാറുള്ള മതസംഘടനകൾ മറ്റ് സംഘടനകളൊന്നും ഇതിൽ അത്ര ശക്തമായിട്ട് വരാറില്ല പലപ്പോഴും കാന്തപുരം നടത്തിയപ്പോൾ. അത് മാത്രമല്ല, ഈ മിക്കവാറും സംഘടനകളൊക്കെ അടിസ്ഥാനപരമായിട്ട് സ്ത്രീ വിഷയങ്ങൾ എത്തുമ്പോൾ മിക്കവാറും എല്ലാ മുസ്ലിം സംഘടനകളും തന്നെ ഒരേ നിലപാടാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഫസൽ ഗഫൂർ തന്നെ പറഞ്ഞു 70-80% പെൺകുട്ടികളാണ് MES സ്ഥാപനങ്ങളിൽ പഠിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ഈ 70-80% പെൺകുട്ടികൾ പഠിക്കുന്ന MES സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന MESന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എത്ര പെണ്ണുങ്ങളുണ്ട് എന്നതാണ്. വട്ടപൂജ്യം എന്നതായിരിക്കും ഉത്തരം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇവിടെ മുസ്ലിം സ്ത്രീ നേരിടുന്ന പ്രശ്നം. ഇത് മുസ്ലിംകൾ നേരിടുന്ന മാത്രം പ്രശ്നമല്ല, എല്ലാ സംവിധാനങ്ങളിലും പെൺകുട്ടികളുടെ എണ്ണം കുറവാണ്, പെണ്ണുങ്ങളുടെ എണ്ണം കുറവാണ്. നേരത്തെ എനിക്ക് തോന്നുന്നത് ഫക്രുദ്ദീനാണ് ചോദിച്ചത്, CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ ആദ്യമായി ഒരു പെണ്ണുണ്ടായത് കഴിഞ്ഞ തവണ പാർട്ടി കോൺഗ്രസിന് ശേഷമാണ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഈ റെപ്രസെന്റേഷൻ, സ്ത്രീവിരുദ്ധത എന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ രൂഢമൂലമായിട്ടുള്ളതാണ്. മുസ്ലിം സമുദായത്തിൽ അത് ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ സംഘടനകളിൽ എന്തുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യമില്ല? കാരണം അവർക്കാർക്കും സ്ത്രീ നിലപാടുകളിൽ കൃത്യമായ ഒരു നിലപാടുള്ളത്. പുരുഷന്മാർ തീരുമാനിച്ച്, പുരുഷന്മാർ ചർച്ച ചെയ്ത്, പുരുഷന്മാരുടെ വായനയിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മിക്കവാറും ഏറിയും കുറഞ്ഞ തോതിലും എല്ലാ സംഘടനകളും നടപ്പിലാക്കുന്നത്. അതിനൊരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും ഉപയോഗിച്ച് കൂടുതൽ ജനാധിപത്യപരമായ മാർഗത്തിൽ എല്ലാ പെണ്ണുങ്ങളും മറ്റുള്ളവരും പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിലെ വിഭാഗങ്ങളും പോരാടുന്നത്. ഇവിടെ ഡോക്ടർ ഫസൽ ഗഫൂർ, ലോകത്തിന്റെ നിയന്ത്രണ ശക്തി പുരുഷന്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ത്രീയുടെ കയ്യിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോഴാണ് 2 യുദ്ധങ്ങൾ ജയിച്ചത്. അതിനു മുമ്പ് ഈ സ്ത്രീയുടെ തന്നെ അച്ഛൻ ഒരു യുദ്ധം നടത്തിയപ്പോൾ ജയിച്ചില്ല. പിന്നീട് ഒരു പുരുഷനും ഇന്ത്യക്ക് വേണ്ടി ഒരു യുദ്ധം ജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ അറിവനുസരിച്ച് നമ്മുടെ നിയന്ത്രണത്തിൽ എപ്പോഴും സ്ത്രീയാണ് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ MES അടക്കമുള്ള സാമൂഹ്യ സംഘടനകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വേണ്ടത്ര സ്ത്രീ പ്രാതിനിധ്യമില്ല എന്നുള്ള വിമർശനം താങ്കൾ ഉൾക്കൊള്ളുമോ? അതിന് ഞാൻ മറുപടി പറയാം. ഇവിടെ കോഴിക്കോട്ടെ വിമൻസ് കോളേജ് സ്ഥാപിച്ചത് എൻ്റെ ഉമ്മ ഇവിടുത്തെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ്. MES-ലൊക്കെ കമറുന്നീസ എന്ന ലീഗിനൊരു കാൻഡിഡേറ്റിനെ കിട്ടാതിരുന്ന കാലത്ത് MES വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റായ കമറുന്നീസ എന്നെ ഞങ്ങൾ ലോണിൽ കൊടുത്തതാണ് ലീഗിൽ. ഈ സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് ഒരു നസറുദ്ദീനും ഞങ്ങളെ പഠിപ്പിക്കേണ്ട. പോളിറ്റ് ബ്യൂറോയിൽ എന്നാണ് സ്ത്രീകൾ വന്നത്? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എന്നാണ് സ്ത്രീകൾ വന്നത്? ഇന്ന് കേരള അസംബ്ലിയിൽ എത്ര സ്ത്രീകളുണ്ട്? ഇതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇപ്പോഴും കേരള അസംബ്ലിയിൽ ഘോരം പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും അടക്കമുള്ളവർ അവിടെ എന്ത് സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കേണ്ട? അപ്പം അതൊരു ജനറൽ, നികേഷ് പറഞ്ഞ മാതിരി തന്നെ അതൊരു ജനറൽ ഇഷ്യൂ ആണ്. പിന്നെ ഒരു വാക്ക് എനിക്ക് പറയാൻ സമ്മതിക്കണം. നിങ്ങൾ ബംഗ്ലാദേശ് പാർലമെന്റ്, കഴിഞ്ഞ വന്ന പാർലമെന്റ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ കാലിദാസ് സിയ പ്രതിപക്ഷ നേതാവ്, ഹസീന വാജിദ് പ്രധാനമന്ത്രി, ഷഫ്കത്ത ഹസൻ അവിടുത്തെ ആഭ്യന്തരമന്ത്രി, ഷിറിൻ ഷർമീൻ ചൗധരി അവിടുത്തെ സ്പീക്കർ, അങ്ങനെ. അപ്പോൾ അതൊരു മുസ്ലിം രാജ്യമാണ്, ഇന്ത്യയിൽ നിന്ന് പോയ മുസ്ലിം രാജ്യമാണ്. അതേസമയത്ത് ബനസീർ ഭൂട്ടോ അപ്പുറത്തെ ഭാഗത്ത് പ്രധാനമന്ത്രി, മേഘാവതി സുകാർണ പുത്രി, അത് മുസ്ലിമാണ് കേട്ടോ, മനസ്സിലാക്കാം. അവർക്ക് സംസ്കൃത പേരാണുള്ളത്. അവർ ഇന്തോനേഷ്യയിലെ പ്രധാനമന്ത്രി, ടാൻസി സൂർ തുർക്കിയിലെ പ്രധാനമന്ത്രി, എനിക്ക് ഒരുപാട് ഏഷ്യാറ്റിക് റിപ്പബ്ലിക്കുകളിലെ മുസ്ലിം പ്രസിഡന്റ്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു പ്രൊപ്പഗാൻഡാണ്. ഈ കാന്തപുരത്തെ ആൾക്കാർ അടിച്ചുവിടുന്ന വിഡിത്തരം നിങ്ങൾ കേൾക്കണ്ട. ഈജിപ്ഷ്യൻ പാർലമെന്റിൽ 50 സീറ്റുകളാണ് സ്ത്രീകൾക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ലോക്സഭയിൽ റിസർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത്തരം കാലമായിട്ട്. ഈജിപ്ഷ്യൻ പാർലമെന്റിൽ ഇന്ന് ഞാൻ പറയുന്ന കഴിഞ്ഞ നടന്ന ഇലക്ഷനിൽ 50 സീറ്റുകൾ സ്ത്രീകൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നു. 25 സീറ്റ് ക്രിസ്ത്യാനികൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നു. UAE-യിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ പാസ്പോർട്ട് കൊടുത്ത് എമിഗ്രേഷനിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് എമിഗ്രേഷൻ കയ്യിൽ എടുത്തിരിക്കുന്ന അവിടുത്തെ
യഥാർത്ഥ സ്ത്രീകളാണ്. അതേമാതിരി തന്നെ ഖത്തറിലെ മന്ത്രി, കുവൈറ്റിലെ മന്ത്രി, ഇവരായിട്ടൊക്കെ ഞാൻ പോയി കാണണല്ലേ. അപ്പം നമ്മൾ വെറുതെ ഇരുന്ന് കോളങ്ങൾ എഴുതിയാൽ മാത്രം പറ്റൂല, നമ്മൾ കുറച്ചൊക്കെ നടന്ന് കാര്യങ്ങൾ കാണണം. അതേമാതിരി അനവധി സ്ത്രീകൾ, നമ്മുടെ ഫാത്തിമ ബി ഇവിടുന്ന് തന്നെ പോയിട്ടില്ലേ, ഫാത്തിമ ബി ഇവിടുത്തെ സുപ്രീം കോടതി ജഡ്ജി ആയില്ലേ, ഗവർണർ ആയില്ലേ. അപ്പോൾ ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ സ്ത്രീകൾക്കെതിരായിട്ട് ലിംഗവിവേചനമുണ്ട്, 100% ഞാൻ അംഗീകരിക്കുന്നു. ആ ലിംഗവിവേചനം കുറച്ച് മുസ്ലിം സമുദായത്തിലും ഉണ്ടാവും, അതിൻ്റെ ഒരു ഭാഗം മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയിലും ഉണ്ടാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തുടരുക. ശ്രീ ഫക്രുദ്ദീൻ, കിംസും എംസും മാത്രം കണ്ടവർ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നവരിൽ സ്ത്രീകളുണ്ടോ എന്ന ചോദ്യം ഒരുപക്ഷെ ഉന്നയിക്കുമായിരിക്കും. പക്ഷേ ഡോക്ടർ ഫസൽ ഗഫൂർ ശരിയാവണ്ണം സൂചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഓർത്തെടുക്കുന്നു എല്ലാ പേരുകളും. പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങൾ രാജ്യതന്ത്രജ്ഞത സ്ത്രീകളുടെ കയ്യിലാണ് എന്നുള്ളത് അത് അഭിമാനാർഹവും ഒരുപക്ഷെ നമ്മയെല്ലാം കോരിത്തരിപ്പിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ 50% സംവരണം വേണോ എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. അതായത് ലോകമാകമാനമുള്ള മുസ്ലിങ്ങളിൽ നമ്മളുടെ ചുറ്റും ജീവിക്കുന്നവർ നമ്മൾ തന്നെ യഥാർത്ഥത്തിൽ ശരാശരിയിൽ താഴെയാണ്. അല്ല നികേഷ്, ഇതിന്റെ ഒരു 2-3 കാര്യങ്ങൾ. ഒന്ന്, ഖുർആൻ 3:195 വാക്യം എടുത്ത് വായിച്ചു നോക്കണം. അള്ളാഹിന്റെ മുന്നിൽ സ്ത്രീ പുരുഷ വിദ്വേഷമില്ലാന്ന് വളരെ കൃത്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവന്മാർ കുറെ പുരോഹിതന്മാർ, അദ്ദേഹം പറഞ്ഞ പോലുള്ള പുരോഹിത വൃന്ദം വന്നാണ് വ്യാഖ്യാനിച്ച് അന്നത്തെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഈ രീതിയിൽ പുരുഷ മേധാവിത്വം ഈ സമുദായത്തെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ പറയുന്ന സ്ത്രീകൾക്ക് സമുദായത്തിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള ഒരു പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഈ വഹാബിസ്റ്റുകൾ പറയുന്ന അന്തസത്തല്ല, ശരിയായ ഇസ്ലാമിനെ തിരിച്ചറിയാനുള്ള അതിന്റെ ഊർജ്ജം എന്താണ്, അതിന്റെ ഒരു സോഷ്യൽ റിഫോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ വിപ്ലവാത്മകമായ ഊർജ്ജം എന്താണ്, അത് തിരിച്ചറിയാനും അത് വീണ്ടെടുക്കാനുമുള്ള ഒരു ശ്രമമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഉസ്താദ് ഇടയ്ക്ക് കാര്യങ്ങളും വായിക്കാതെ തന്നെ പ്രശ്നം. മാർഗരറ്റ് അലൻ എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് അമേരിക്കൻ കാർഡിയോളജിസ്റ്റ് ഉണ്ട്. അവർ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കാർഡിയോളജിസ്റ്റാണ്. ഇതൊന്നും ഇദ്ദേഹം നോക്കാത്ത നമ്മളെ കുഴപ്പമാണോ? ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചില നേതാക്കന്മാർ അവരാൾ ആകപ്പാട് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് പാർട്ടിയിലാണ് പിന്നെ നാട്ടുകാരായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. മലപ്പുറത്തെ അല്ലെ കോഴിക്കോട്ടെ നമ്മളെ ചില ഏരിയയിലെ കൂടെ കിടന്ന് ഇങ്ങനെ കളിച്ചിട്ട് ഈ നാട്ടുകാരായിട്ടൊരു ബന്ധമല്ല, പുറംലോകമായിട്ട് ബന്ധമല്ല. എല്ലാ ഉസ്താദ് ഗംഭീരം എന്ന് പറയുമ്പോൾ മൂപ്പര് ശരിക്കും സ്വയം ഗംഭീരം. ഇപ്പം ഞാനും പറയാറുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഉസ്താദ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ ബഹുമാനമാണ്. കാരണം വഹാബി ഓൺസ്ലോട്ടിനെതിരെ പിടിച്ചെടുക്കുന്നതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയെങ്കിലും അദ്ദേഹത്തിന്റെ മദ്രസകളിൽ ഇപ്പം LKG ഒരു പ്രൈമറി തലം തൊട്ടിട്ട് അദ്ദേഹം കമ്പ്യൂട്ടറൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പെൺകുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഫസൽ ഗഫൂറും അദ്ദേഹം എല്ലാം ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ മലബാറിൽ മുസ്ലിം കുട്ടികളുടെ ഇപ്പം MESന്റെ ഒക്കെ കോളേജ്, ഫറൂഖ് കോളേജ്, ക്രിസ്ത്യൻ കോളേജ് തന്നെ ഒരുപാട് മുസ്ലിം കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ ഇവരൊരു പ്രത്യേക പ്രായത്തിൽ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിടുക. മിക്കവാറും എൻ്റെ കൂടെയൊക്കെ പഠിച്ച പല പെൺകുട്ടികൾക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചു പോകാൻ താല്പര്യമില്ലായിരുന്നു. അവർ വീട്ടുകാർക്ക് പേടിയാണ് ഈ കുട്ടികളെ ഇങ്ങനെ പെട്ടെന്ന് ഒരു 18 അല്ലെങ്കിൽ 20 വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടില്ലെങ്കിൽ പണ്ടത്തെ നായന്മാരെ പോലെ അല്ലപ്പോഴത്തെ ക്രിസ്ത്യാനികളെ പോലെ ഒരു പക്ഷേ അവർ വൈകി പോകും, പിയാപ്പിളമാരെ കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നുള്ള പേടിയുണ്ട്. ഈ പേടി നിലനിർത്തിക്കൊണ്ട് അവരുടെ ഒരു സബ്ജക്ട് ഫോർമേഷൻ, ഈ ഗായത്രി സ്പിവാക പറയുന്ന പോലെ ഒരു വ്യക്തിത്വ വികസനം അതിന്റെ പരമകാഷ്ഠയിൽ എത്തുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചുവിടുകയും ഒരു പുരുഷന്റെ അടിമയായിട്ട് നിലനിൽക്കുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ഇവിടെയാണ് ഈ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള ഗതി തടസ്സപ്പെടുന്നത്. ഞാനിത് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ, ഹിന്ദു സമുദായത്തിലെ വിധവാ പുനർവിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പറഞ്ഞതാ, നമ്മുടെ സമുദായത്തിന്റെ നമ്മുടെ സമാജത്തിന്റെ പകുതി വിഭാഗം പിന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആധുനികരാകുക? ഈ ചോദ്യമാണ് മുസ്ലിം സംഘടന. ഇത് MESഉം ഒരുപാട് ഭേദമാണെന്ന് ഞാൻ പറയും. ഞാൻ നേരത്തെ നിരീക്ഷണം പറഞ്ഞ പോലെ MES ഫാർ ബെറ്റർ ആണ്. എന്നാൽ MES ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ 2, ഫസൽ ഗഫൂറിന്റെ ഉമ്മയുണ്ട്. ഞാൻ അവരുടെ ഒരു പുസ്തകം വായിച്ച് ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ കാലത്ത് അവർ ചെയ്ത കാര്യങ്ങൾ, അവർ നടത്തിയ ഇടപെടലുകൾ. പക്ഷെ അതുപോലുള്ള ഒരു വ്യക്തിത്വം MES ഉൾപ്പെടെയുള്ള സംഘടനകൾ പിന്നെ ഫസൽ ഗഫൂറിന്റെ ഉമ്മയ്ക്ക് ശേഷം ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. കാരണം മുസ്ലിം സമുദായം മുന്നോട്ട് പോകണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാറ്റം. തമാശ രൂപത്തിൽ ഞാൻ ആരാണ് ചോദ്യം ചോദിക്കേണ്ടായി. ഞാൻ എന്ന് വെച്ചാൽ ഈ ഹിന്ദു നസറുദ്ദീൻ, ഇവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ന്യായീകരിക്കാൻ ആളില്ല. ആളെ വിളിച്ചിരുന്നു, ആൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു, നേരിട്ട് വരാൻ തീർത്തും തയ്യാറല്ല. പക്ഷേ നേരത്തെ ഫക്രുദ്ദീൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തീർത്തും മോശക്കാരനായ ഒരാളല്ല AP അബൂബക്കർ മുസ്ലിയാർ. വളരെ നല്ല മാന്യനായ സൗമനസ്യത്തോടെ കാര്യങ്ങൾ നേരിടുന്ന, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന, കേരളത്തിനകത്തുനിന്നും പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന, ഒരുപക്ഷെ തീവ്രവാദത്തിനെതിരെ കേരളത്തിൽ നിന്ന് ആദ്യം പ്രതികരിച്ച ഒരു മതപണ്ഡിതനാണ് ശ്രീ AP അബൂബക്കർ മുസ്ലിയാർ. ഈ വിഷയത്തിലാണ് AP അബൂബക്കർ മുസ്ലിയാർക്ക് ഒരുപക്ഷെ ഈ പാനലിലുള്ള ഏതാണ്ട് എല്ലാവർക്കും വിയോജിക്കേണ്ട ഒരു നിലപാടെടുക്കേണ്ടി വരുന്ന നിലയിൽ അദ്ദേഹം പ്രസ്താവനകൾ നടത്തുന്നത്. ഒരു വഴിയിൽ അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നു,
ഒരു പരിധിവരെ നല്ല രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. പക്ഷേ മറുവശത്ത് ഈ നിലയിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവനകളും നടത്തുന്നു. അതെങ്ങനെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തെ ക്യാരക്ടറൈസ് ചെയ്യുക ചരിത്രം? അല്ല, നമ്മളൊരു ഇഷ്യൂവിനെ കാണേണ്ടത് വസ്തുതാപരമായിട്ടാ, ഒരു വ്യക്തിപരമായിട്ടല്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തിക്കല്ല പ്രാധാന്യം. അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ നടത്തുന്നുണ്ടാവും, അല്ലെ അദ്ദേഹത്തിന്റെ പാർട്ടി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടാവും. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. സ്ത്രീവിരുദ്ധത എന്ന കാര്യത്തിൽ എക്കാലത്തും തികഞ്ഞ പിന്തിരിപ്പൻ ഫ്യൂഡൽ പൗരോഹിത്യ നിലപാട്, ഇസ്ലാമിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഹദീസിനും ചരിത്രത്തിനും ഖുർആനിനും അതിന്റെ സങ്കല്പങ്ങൾക്കും തീർത്തും വിരുദ്ധവുമാണ്. ഇതിൽ പക്ഷേ ഖേദകരമായ വസ്തുത, ഒരൊറ്റ മുസ്ലിം സംഘടനകളും ഒരു മാതൃകാപരമായ സമീപനം ഈ വിഷയത്തിൽ പുലർത്തുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഫസൽ ഗഫൂർ പറഞ്ഞതിന് മറുപടി പറയട്ടെ. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ ഉമ്മയുടെ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ മൊറോക്കോയിലുണ്ട്, മറ്റുള്ള രാജ്യങ്ങളിലുണ്ട്, ഫാത്തിമ ബീവിയുടെ. തീർച്ചയായിട്ടും ശരി. എന്തുകൊണ്ട് MEA സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ല എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയില്ല. അപ്പൊ അത് തന്നെയാണ് പ്രശ്നം. MES കൂട്ടത്തിൽ ഭേദപ്പെട്ട സംഘടനയാണെന്ന് ഇവിടെ പലരും അവകാശപ്പെട്ടു, ഞാനും പറയുന്നു. പക്ഷേ ആ സംഘടനക്കകത്ത് പോലുമുള്ള കൃത്യമായ സ്ത്രീ വിരുദ്ധതയും സ്ത്രീകളുടെ ഏജൻസി അംഗീകരിക്കാതിരിക്കുന്ന അവസ്ഥയും, അവർക്ക് ആണുങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, ആണുങ്ങളുടെ കർത്തൃത്വം അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം, അതിനെ ഇവിടെ പെൺകുട്ടികൾ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള പ്രസ്താവനകൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നത്. ഇത് നമ്മളിപ്പോ ഈ റെജീനയുടെ ഫേസ്ബുക്കിന്റെ ഇഷ്യൂലുണ്ടായ നോക്കൂ, അതിൽ തെറി വിളിച്ചവർ വെറും EK സുന്നിക്കാരോ AP സുന്നിക്കാരോ ഒന്നും മാത്രമല്ല, വ്യത്യസ്ത സംഘടനകളിലുള്ള പലരും ഉണ്ട്. അതുപോലെ തന്നെ പല സംഘടനകളുടെയും വേറെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്നവർ പോലുണ്ട്. അപ്പം സ്ത്രീ വിഷയം എത്തുമ്പോൾ അവർ ഇസ്ലാമിന്റെ അല്ലെങ്കിൽ സ്ത്രീ സങ്കല്പങ്ങളിൽ ഇസ്ലാമിന്റെ പുരോഗമന വായനയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലൂന്നിയ വായനയോ അല്ല നടത്തുന്നത്, ഫ്യൂഡൽ വായനകളാണ് നടത്തുന്നത്. ഫ്യൂഡൽ വായനകളാണ് നടത്തുന്നത്. റജീന, അക്കാര്യത്തിലൊരു പ്രതികരണം കൂടി. ഫ്യൂഡൽ വായനയാണ് നടത്തുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തതാണല്ലോ. ഹിന്ദു സമുദായത്തിൽ വിധവാ വിവാഹം കൊണ്ടുവരുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ബഹുഭാര്യത്വം ഒഴിവാക്കുന്നതിന് വേണ്ടി നിരവധി പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ മുസ്ലിം സമുദായത്തിൽ കാണുന്നതിൻ്റെ എത്രയോ മടങ്ങ് ഗുരുതരവും ചീഞ്ഞളിഞ്ഞതുമായിരുന്നു ഹിന്ദു സമുദായത്തിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ സമുദായത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന നവോത്ഥാന നായകന്മാർ അതിനെ തുടച്ചു നീക്കുന്നതിനോ അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നതിനോ അവരുടെ പോരാട്ടങ്ങൾ കൊണ്ട് സഹായിച്ചു. പക്ഷേ മുസ്ലിം സമുദായത്തിൽ പക്ഷേ ഫ്യൂഡൽ വായനകൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന ആക്ഷേപം ഉയർന്നു വരുന്നു. തീർച്ചയായിട്ടും ഇവിടെ ശക്തിപ്പെട്ടു വരുന്ന ഒരു പൗരോഹിത്യ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവനയെ കാണുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ സ്ത്രീകൾ വളരെയധികം ശക്തിപ്പെടുന്നുണ്ടെന്നും മുസ്ലിം രാഷ്ട്രങ്ങളിൽ സ്ത്രീകൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായി വരുന്നുണ്ടെന്നും ഫസൽ ഗഫൂർ സാർ പറയുണ്ടായി. സത്യമാണത്. പക്ഷേ എന്തുകൊണ്ടാണ് കേരളം പോലെ ഒരു നവോത്ഥാനം നടന്നെന്ന് പറയുന്ന, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഒരുപാട് ഉണർവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു സൊസൈറ്റി അതിനെ മാതൃകയാക്കാത്തത്? അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശക്തിപ്പെട്ടു വരുന്നത് ഫ്യൂഡൽ പൗരോഹിത്യ വ്യവസ്ഥിതി തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾ വളരെയധികം മുന്നോട്ട് വന്നു, മുസ്ലിം സ്ത്രീകൾ ഒരുപാട് പേര് വന്നു. അതുപോലെ തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ മുസ്ലിം പെൺകുട്ടികളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു സമുദായത്തെയും കവച്ചു വെക്കാവുന്ന രൂപത്തിൽ അതിന്റെ എണ്ണം നിർണായകമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിം സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നു. അവരുടെ അവകാശത്തെക്കുറിച്ച് കൃത്യമായി ബോധവുമുള്ള ഒരു ആയി മാറുന്നു. അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ തയ്യാറാവുന്ന ഒരു ജനത വളർന്നു വരുന്നു. ഇതിന് തീർച്ചയായിട്ടും ഇവിടെയുള്ള പൗരോഹിത്യം, ഇസ്ലാമിൽ ഇല്ലാത്ത ഈ പൗരോഹിത്യം വളരെയധികം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രസ്താവന ഞാൻ അതിലേക്കെല്ലാം കൂടി ചേർത്ത് വായിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇതിൽ സ്ത്രീകൾ നേരത്തെ ഇവർ പറഞ്ഞിരുന്നത് വീടിനകത്ത് സ്ത്രീകൾ ഇരിക്കുന്നു, അവർ വീടിനകത്തെ കാര്യങ്ങൾ നോക്കുന്നു, പ്രസവിക്കുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു. ഇത് പൗരോഹിത്യത്തിന്റെ ഒരു വായനയായിരുന്നു. പുറത്തേക്ക് പുരുഷൻ ഇറങ്ങിപ്പോകുമ്പോൾ അവൻ വീട്ടിലേക്ക് അധ്വാനിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്, ആ അധ്വാനത്തിന് വില കൽപ്പിക്കുകയും സ്ത്രീക്ക് വീട്ടിനകത്ത് സ്ത്രീ ചെയ്യുന്ന പല സേവനങ്ങൾക്കും പല കാര്യങ്ങൾക്കും വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥ. ഈ വ്യവസ്ഥയിൽ
പ്രസവം എന്ന് പറയുന്നത് താഴെ തട്ടിലും കുഞ്ഞുങ്ങളെ നോക്കലൊക്കെ രണ്ടാം കിട ജോലിയുമായിട്ടായിരുന്നു ഇതുവരെ ഇവർ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പ്രസവം എന്ന് പറയുന്നതിനെ മഹത്വവൽക്കരിച്ച് ഈ ലിംഗസമത്വം അല്ലെങ്കിൽ ലിംഗനീതി എന്ന് പറയുന്ന ഈ ഒരു പ്രത്യയശാസ്ത്രത്തെ, ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബോധത്തെ, പ്രസവം എന്നുള്ള ഈ ഒരു മനുഷ്യന്റെ ഏറ്റവും പുണ്യകരമായ ഏറ്റവും വലിയ കർമ്മത്തെ ചൂണ്ടിക്കാണിച്ച് അതിനെ മഹത്വവൽക്കരിക്കാൻ ഇവർ വന്നതിൻ്റെ ഒരു കാപട്യം ഞാൻ തുറന്നു കാണിക്കുകയാണ്. കാരണം പ്രസവം എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സ്ത്രീ ഒരു പുരുഷന് താഴെയല്ല, പുരുഷനോടൊപ്പമോ അതിന് മുകളിൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രസവ വേദനയുടെ 1000-ലൊരു അംശം അനുഭവിക്കാനുള്ള ശക്തി ഇവർക്കുണ്ടോ, ഈ പറയുന്ന മഹാന്മാർക്കുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരൊറ്റ കർമ്മം കൊണ്ട് തന്നെ സ്ത്രീ പുരുഷനോളമോ അല്ലെങ്കിൽ അതിന് മുകളിലോ വരുന്നു. അതുതന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീയുടെ കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം വിശ്വസിക്കുന്ന ഈ നേതാക്കന്മാർ തന്നെയാണ് സ്ത്രീ വിരുദ്ധമായ ഈ പൗരോഹിത്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഇത്തരം ഇസ്ലാമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു ഇസ്ലാമിനെ പ്രവാചകൻ പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ ഖുർആൻ നിഷ്കർഷിക്കാത്ത ഒരു ഇസ്ലാമിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, ആഗോള സാഹചര്യത്തിൽ തന്നെ മുസ്ലിം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്ത് പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്നത് മുസ്ലിം സ്ത്രീയുടെ ശരീരമാണ്. ഈ ശരീരം മുൻനിർത്തിക്കൊണ്ടാണ് ഈ സ്വത്ത് പ്രതിസന്ധിയെ മറികടക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിദയനീയമായ പരാജയമായിരിക്കും അത്. മാത്രമല്ല, സ്ത്രീയുടെ ശരീരം ഒരു പർദ്ദ അല്ലെങ്കിൽ കറുത്ത വേഷത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ മുഴുനീളയുള്ള വേഷത്തിനുള്ളിലേക്ക് ഒതുക്കിക്കൊണ്ടാണ് ഈ ആധുനിക ലോകത്തെ ഇവർ വെല്ലുവിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ വേണ്ട എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലോകത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകം സ്ത്രീക്ക് പ്രവാചകനും ഖുറാനും പ്രവാചകനും അനുവദിച്ച ആ റൈറ്റ് തീർച്ചയായിട്ടും മുസ്ലിം സ്ത്രീകൾ നേടിയെടുക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല. അവരതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ MES-ലെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. MES-ൽ താങ്കൾക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. MES-ലല്ല, പൊതുസമൂഹത്തിൽ പർദ്ദ ധരിക്കുന്നത് അനാവശ്യമാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ സാഹചര്യത്തിൽ എന്ന് വന്നപ്പോൾ MES-ൽ താങ്കൾ സൽവാറും കമ്മീസും യൂണിഫോമാക്കി വെച്ച് അതിനെതിരെ പോരാടി. പക്ഷേ അതിനപ്പുറത്തേക്ക് സമുദായത്തിലൊരു VT ഭട്ടതിരിപ്പാടുണ്ടാകുന്നില്ല, ഒരു EM ശങ്കരൻ നമ്പൂതിരിപ്പാടുണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു കുറവാണോ? എൻ്റെ നികേഷ്, ഇതൊക്കെ എപ്പോൾ തുടങ്ങിയതാ? കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് മുമ്പാണ് തുടങ്ങിയത്. അതിനു മുമ്പ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഭാര്യയും സീതി സാഹിബിൻ്റെ ഭാര്യയും അതുമാതിരി മൊയ്തു മൗലവിയുടെ ഭാര്യയൊക്കെ എങ്ങനെ നടന്നിരുന്നത് നമുക്കിവിടെ അറിയാലോ, മനസ്സിലായില്ലേ? ഇപ്പം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മുഖം മറക്കുന്ന പർദ്ദ എന്നാണ് ഞാൻ ഉപയോഗിച്ച വാക്ക്. പിന്നെ പർദ്ദ ഉപയോഗിക്കണോ? വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ജീൻസ് എടുക്കാൻ മാത്രം വസ്ത്ര സ്വാതന്ത്ര്യം, ലെഗിങ്സിന് മാത്രം വസ്ത്ര സ്വാതന്ത്ര്യം, പർദ്ദക്കില്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് അവരുടെ ഇഷ്ടം, അവർ പർദ്ദ ഇടുന്നു. ഞാൻ പിന്നെ പറഞ്ഞെന്താ വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റിന് ചേർന്നതല്ല കറുപ്പ് നിറമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ സ്റ്റാൻഡ് ഈ കാര്യങ്ങളിൽ. ഞാൻ ചോദിക്കട്ടെ, നിലവിളക്ക് കാര്യത്തിൽ ഞാൻ വന്നിവിടെ സ്റ്റാൻഡ് പറഞ്ഞതല്ലേ? തിരുവോണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ വന്ന് സ്റ്റാൻഡ് പറഞ്ഞതല്ലേ? സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വന്ന് സ്റ്റാൻഡ് പറഞ്ഞതല്ലേ? ഏത് കാര്യത്തിലാണ് ഞാൻ വന്ന് സ്റ്റാൻഡ് പറയാതിരുന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ ശക്തമായ ഒരു സംഘടനയാണ് ഈ രജീന എന്ന് പറഞ്ഞുള്ള പെൺകുട്ടി. ഒരു പാവപ്പെട്ട ഒറ്റപ്പെട്ട ഒരു കുട്ടിയാണ്. അതെന്തോ ഒരു പോരാട്ടം നടത്തുന്നുണ്ട്. എനിക്ക് ആകെയുള്ള അതിനോടുള്ള വിയോജിപ്പ് ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ? ഈ ചണ്ടികളുടെ കുമ്പാരം, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ചവറിൻ്റെ കുമ്പാരമായിട്ടുള്ള ഞാൻ വിശേഷിപ്പിക്കുന്ന ഫേസ്ബുക്കിന് ഏത് ഹമുക്കിനും എന്തും കയറി പറയാൻ പറ്റിയ ഒരു സ്ഥലത്ത് പോയിട്ട് വേണോ ഈ പെൺകുട്ടിക്ക് ഈ വേണ്ടാത്ത വർത്തമാനം, അല്ല വേണ്ടാത്തതല്ല വേണ്ടത്, സോറി ഞാൻ തെറ്റിപ്പോയതാണ്, മനസ്സിലായില്ലേ? ഈ വർത്തമാനം പറയണത് മാത്രമേ ഞങ്ങൾക്ക് എതിർപ്പുള്ളൂ, മനസ്സിലായി? അതിനതിൻ്റെ അനുഭവങ്ങൾ പറയാം, മറ്റുള്ളവർക്ക് അതിനെതിരായിട്ടുള്ള അനുഭവങ്ങളും പറയാം. പക്ഷേ ഭാഷ കടപ്പുറത്തെ ഭാഷയാണ്. അത് രജീനയുടെ അടുത്ത് നടക്കും, ഫസൽ ഗഫൂറിൻ്റെ അടുത്ത് ആ ഭാഷ നടക്കൂല. ഞാൻ ഈ കടപ്പുറത്ത് ഫുട്ബോൾ കളിച്ച് വളർന്നവനാണ്. അതെനിക്ക് പറയാൻ മാത്രമേ ഉള്ളൂ അതിനെപ്പറ്റി. പക്ഷേ അത് പറഞ്ഞപ്പോൾ രജീനയുടെ അടുത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി. രജീനയുടെ അടുത്തിരിക്കുന്നുണ്ട് ഞാൻ പറയണത്, ചാടിക്കയറി EK സുന്നി എന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നു, അതായത് ഈ പൗരോഹിത്യത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഫ്യൂഡലിസ്റ്റ് അഭിപ്രായ പ്രകടനങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവർക്ക് വലിയ തോതിലുള്ള ഭീഷണിയാണ്. ഇപ്പോൾ റജീനയുടെ കാര്യത്തിൽ ഫേസ്ബുക്കിൽ അടിയിൽ കണ്ട കമൻറ്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഒരു ചാവേറായി റജീനയ്ക്ക് ചുറ്റും പൊട്ടിത്തെറിക്കണമെന്നാണ്. ആ നിലയിൽ അപകടകരമായ നിലയിൽ നമ്മുടെ സൊസൈറ്റിയെ വളരുകയാണ്. അതൊരു സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥ തന്നെയാണത്. ആണല്ലോ, അത് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഒരു സമുദായത്തിൻ്റെ മാത്രം പ്രശ്നം എന്നുള്ള നിലയിൽ കാണുമ്പോൾ തന്നെയും
ഈ ലോകത്താകെ തന്നെ നിലനിൽക്കുന്ന ഒരു വലിയ അധികാര വ്യവസ്ഥയുണ്ട്. പാട്രിയാർക്കി എന്ന് നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയുന്നു, അല്ലെങ്കിൽ ലിംഗാധികാര വ്യവസ്ഥ അല്ലെങ്കിൽ ആൺകോയ്മ വ്യവസ്ഥ എന്ന് നമ്മൾ അതിന് മലയാളത്തിൽ പറയുന്നു. ഈ ആൺകോയ്മ വ്യവസ്ഥ ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ തന്നെ സംസാരിച്ചപ്പോൾ, റെജിനയുടെ ഇഷ്യൂ വന്നപ്പോൾ അതിൻ്റെ ടോൺ മാറി, ആറ്റിറ്റ്യൂഡ് മാറി, അതിൽ ഒരുതരം പാറ്റർണൈസിങ് ആറ്റിറ്റ്യൂഡ് വന്നു. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ലാംഗ്വേജ് ആയാലും ഭാഷയായാലും നേരത്തെ സംസാരിച്ചതല്ല ഞാൻ പിന്നെ കേട്ടിട്ടുള്ളത്. അപ്പോൾ എപ്പോഴാണ് ഒരു അധികാരിയായിട്ടുള്ള പുരുഷൻ എല്ലാ സമയത്തും പുരോഗമനവാദിയായിട്ടുള്ള പുരുഷന്റെ ഉള്ളിൽ നിന്നും പുറത്തു ചാടുന്നുണ്ട്. അത്ര എളുപ്പമല്ല ഈ അധികാരം അങ്ങനെ കൈവിട്ട് കളയാനായിട്ട്. അധികാരം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ലിംഗസമത്വം എന്നും, അത് ഏറ്റവും കൂടുതൽ മാർജിനലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് കാലം അത് അന്യാധീനപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ കിട്ടാതിരുന്ന മനുഷ്യർക്ക് തുല്യമായി കൊടുക്കുക എന്നുള്ളതാണ് തുല്യനീതി അല്ലെങ്കിൽ ലിംഗനീതി എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാലോ, സ്ത്രീകൾ എല്ലാവരും തുല്യരല്ല. നമുക്കറിയാം, ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുണ്ട്, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുണ്ട്, ദളിത് സ്ത്രീകളുണ്ട്, ആദിവാസി സ്ത്രീകളുണ്ട്, ലൈംഗിക ന്യൂനപക്ഷത്തിൽ വരുന്ന സ്ത്രീകളുണ്ട്. അപ്പം നമ്മൾ സ്ത്രീകളെ ഒരു കോമൺ കാറ്റഗറി ആയിട്ട് കാണാൻ പറ്റില്ല. ഈ സ്ത്രീകൾ എല്ലാവരും ഈ അധികാരത്തിന്റെ ഇല്ലായ്മ അല്ലെങ്കിൽ വിഭവങ്ങളിലും മറ്റ് എല്ലാ പബ്ലിക് സ്ഫിയറിലാണെങ്കിലും മറ്റെല്ലാ മേഖലകളിലും വീടിൻ്റെ ഉള്ളിലായാലും ഒക്കെ തന്നെ അവർ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്, പലതരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്, പലതരത്തിലുള്ള മർദ്ദനങ്ങളുണ്ട്. നമുക്കറിയാം, ഒരുപാട് സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്ന മർദ്ദനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അക്രമങ്ങൾക്കെതിരെ എത്രയധികം നിയമങ്ങളാണ് നമ്മുടെ രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നിയമത്തിന്റെ വഴിയിൽ കിടക്കുന്നു. സ്ത്രീകൾ ഇപ്പോഴും അതിനോട് പോരാടിക്കൊണ്ടാണ് സ്ത്രീകൾ മുന്നോട്ട് വരുന്നത്. ഇപ്പൊ റെജീനയുടെ പോരാട്ടം എന്ന് പറയുന്നത്, ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടം, ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് കാണിച്ചത് ഒരു വലിയ ധൈര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്ക് പൊതുവെ ഇന്നത്തെ ഒരു ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റിന്റെ സാധ്യത എന്നുള്ളത് സ്ത്രീകൾക്ക് അത് തുറന്നു കിട്ടി എന്നുള്ളതാണ്, ആക്സസ് ഉണ്ടായി എന്നുള്ളതാണ്. അത് റെജീന ഉപയോഗിച്ചു നന്നായിട്ട്. അതിൽ വരാവുന്ന പ്രത്യാഘാതങ്ങളും അല്ലെങ്കിൽ അപകടങ്ങളും ഒക്കെ നേരിട്ട് അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം റെജീന അത് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരുതരം അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയാ വിവരക്കേടോ ചെയ്തതല്ല റെജീന എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവർ വിശ്വസിക്കുന്നത്. മാത്രമല്ല, റെജീന ഇത് ഭംഗിയായിട്ടാണ് സംസാരിച്ചത്. ഇത് പണ്ഡിതനോടും ഒപ്പം നിൽക്കുന്ന തരത്തില് റെജീനയുടെ മതത്തെക്കുറിച്ചാണെങ്കിലും സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ചാണെങ്കിലും ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചാണെങ്കിലും ഒക്കെ വളരെ വളരെ അവെയറാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ സ്ത്രീകളെ അവർ മുന്നോട്ട് പോവട്ടെ എന്ന് വിചാരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സ്ത്രീകളെ ഏത് തരത്തിലും കടിഞ്ഞാനിടാനാണ് എപ്പോഴും അതാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവും ചൂണ്ടിക്കാണിക്കുന്നതാണ് പലപ്പോഴും ചന്ദ്രിക വിശദീകരിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഫക്രുദ്ദീൻ, CS ചന്ദ്രിക, റെജീന, ഷാജഹാൻ മാടമ്പാട്ട്, നസറുദ്ദീൻ ചർച്ചയിൽ ടെലിഫോൺ ലൈനിലും ഒപ്പം തന്നെ തത്സമയവും എത്തിയതിന് ഇടവേള.